أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين. الحمد لله. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മറ്റു സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ പഠിക്കുക എന്ന സദുദ്ദേശത്തോടു കൂടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ നടത്തിക്കൊണ്ടുവരുന്ന ഹദീസ് പഠന ക്ലാസിന്റെ 17ാമത്തെ ദിവസത്തിലേക്ക് ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ മഹാനായിരിക്കുന്ന ഇമാം നബവി റളിയല്ലാഹു അൻഹു രചിച്ച റിയാദുസ് സ്വാലിഹീൻ എന്ന മഹത് ഗ്രന്ഥം കഴിഞ്ഞ 16 ദിവസങ്ങളിലായിട്ട് നമ്മൾ പറയുകയുണ്ടായി. ഇന്ന് 17ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും സഹോദരന്മാരെ, നമുക്ക് എന്നോടും പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. സഹോദരങ്ങളെ, നമ്മൾ അല്ലാഹുവിനെ ആരാധിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നു. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോസ്പിറ്റലിൽ കിടന്നാൽ നമുക്ക് ഓക്സിജൻ നൽകിയാൽ ആ ഓക്സിജന് ഹോസ്പിറ്റൽ അധികൃതർ വില ഈടാക്കുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ നമുക്ക് വേണ്ടി എത്രയോ ഓക്സിജനുകൾ നിർമ്മിച്ചു, എത്രയോ ഓക്സിജനുകൾ നമുക്ക് വേണ്ടി ഇവിടെ നൽകുകയുണ്ടായി. നമ്മൾ ആരെങ്കിലും അതിന് വില കൊടുത്തോ? ഇല്ല. എത്രയോ വെള്ളം, ദാഹം ശമിക്കാൻ എത്രയോ വെള്ളം നമ്മൾ കുടിച്ചു. വിലയില്ലാത്ത വെള്ളം, കിണറിൽ നിന്ന്, പുഴയിൽ നിന്ന്, അരുവിയിൽ നിന്ന് നമ്മൾ കുടിച്ചു. അതുപോലെ ആ വെള്ളത്തിന് നമ്മൾ വില കൊടുത്തില്ല. അതുപോലെ തന്നെ നമ്മൾ മറ്റു മേഖലകൾ, മറ്റു പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ എത്രയോ നമ്മുടെ ആരോഗ്യം ഉപയോഗപ്പെടുത്തുന്നു. നമ്മളാരും അതിന് വില കൊടുത്തില്ല. അങ്ങനെ ഓരോ കാര്യവും നമ്മൾ പരിശോധിക്കും. നമ്മളൊന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് യാതൊരുവിധ വിലയും കൊടുക്കാതെ, അഥവാ വില എന്ന് പറയുന്നത് ആധുനിക യുഗത്തിലെ സമ്പത്ത് പോലുള്ള കാര്യങ്ങൾ നമ്മൾ അല്ലാഹുവിന് കൊടുക്കുകയോ അതല്ലെങ്കിൽ അതിന്റെ മറ്റു മേഖലകൾ ചെയ്യുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് താമസിക്കാനും നമുക്ക് ജീവിക്കാനുമുള്ള വായുവും വെള്ളവും താമസിക്കാനുള്ള സ്ഥലവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിൽ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മൾ ആരും തന്നെ യാതൊരുവിധ പണമായിക്കൊണ്ട് യാതൊരുവിധ സഹായവും ചെയ്തിട്ടുമില്ല. സഹോദരങ്ങളെ, ചിന്തിക്കുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നന്ദിയുള്ള ഒരു അടിമയായി നാം മാറണം. എങ്ങനെയാണ് അല്ലാഹുവിന് നന്ദിയുള്ളവനാവുക? ദിക്റുകൾ കൊണ്ട്, സ്വലാത്തുകൾ കൊണ്ട്. നമ്മെ ജീവിപ്പിച്ചു അല്ലെങ്കിൽ നമ്മെ സൃഷ്ടിച്ചു എന്ന ഒരു കാരണം കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നിർബന്ധമായ ചില കാര്യങ്ങൾ നമുക്കുണ്ട്. നമസ്കാരം, നോമ്പ് എന്നുള്ളവ. എന്നാൽ അല്ലാഹുവിന് നന്ദി ചെയ്യുന്ന അടിമയാകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മറ്റേത് നമ്മുടെ ബാധ്യതയാണ്. നിസ്കാരം നമ്മുടെ ബാധ്യതയാണ്, നോമ്പ് നമ്മുടെ ബാധ്യതയാണ്, സകാത്ത് നമ്മുടെ ബാധ്യതയാണ്, ഹജ്ജ് നമ്മുടെ ബാധ്യതയാണ്. എന്നാൽ അല്ലാഹുവിന് നന്ദിയായിക്കൊണ്ട്, അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? അല്ലാഹുവിന്റെ തസ്ബീഹുകൾ വായിക്കുക, അല്ലാഹുവിന്റെ തഹ്ലീലുകൾ ചൊല്ലുക,
അള്ളാഹുവിന്റെ തക്ബീർ ചൊല്ലുക, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുക. അങ്ങനെ അതുപോലെ സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, സുജൂദുകൾ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ അവിടുത്തെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ നബിയുൽ ഖൗലൈനി വ നബിയുൽ ഹറമൈനി മുഹമ്മദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ പേരിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. ഇതൊക്കെയാണ് അവിടുത്തോടുള്ള നന്ദി പ്രകാശമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മനുഷ്യർ, ഞാനായാലും നിങ്ങളായാലും എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ അങ്ങനെയാണെന്നാണ്. തെറ്റ് ചെയ്യാത്തവരായിട്ടുള്ളത് അംബിയാ മുർസലീങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമേ ഉള്ളൂ എന്ന് അവിടുത്തെ രേഖകളിലും ഹദീസുകളിലും ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കുമെന്നാൽ നമ്മളോ മനുഷ്യരെല്ലാവരും തെറ്റ് സഹജമായിരിക്കുന്ന ദോഷങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യുന്ന തെറ്റുകൾ, ഇന്ന് വൈകുന്നേരം, ഇന്ന് ഉച്ചക്ക് അല്ലെങ്കിൽ ഇന്ന് പകൽ നമ്മൾ തെറ്റുകൾ ചെയ്താൽ വൈകുന്നേരം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്, പൊറുക്കലിനെ തേടണം. ആരെങ്കിലും രാത്രി തെറ്റ് ചെയ്താൽ പകൽ അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടണം. പകൽ അല്ലാഹു പുറത്തു തരാൻ റെഡിയാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെ ഹദീസുകളിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചെയ്തു പോയ തെറ്റുകള് അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അറിയാതെയും നമ്മൾ പലരും തെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഒരുപക്ഷെ തെറ്റാണെന്ന ബോധ്യത്തോടെ, അല്ലെങ്കിൽ തെറ്റാകുമോ എന്ന സംശയത്തോടെ, അല്ലെങ്കിൽ ഇത് തെറ്റല്ല എന്ന അറിവില്ലായ്മ കൊണ്ടും നമ്മൾ ചെയ്തിരിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ഈ പകലിൽ നമ്മൾ എന്തെല്ലാം ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടോ ആ ദോഷങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും പുറത്തു തരുമാറാകട്ടെ. ഈ പകലിൽ എന്തെല്ലാം ദോഷങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട്, അള്ളാഹുവിനെ മറന്നുകൊണ്ട് നമ്മൾ ചെയ്തത്, ആ ദോഷങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും പുറത്തു തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. വിശുദ്ധമായിരിക്കുന്ന ദീനുൽ ഇസ്ലാം പഠിച്ച്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഹദീസ് പഠന ക്ലാസ്സിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്നലെ വരെ പറഞ്ഞു വെച്ചതിന്റെ ബാക്കി ഇന്ന് അധ്യായം 46-ാമത്തെ അധ്യായം, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നതിന്റെ മാഹാത്മ്യം. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നതിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് പറയുന്ന ബാബാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു പറയുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒപ്പമുള്ളവർ അവിശ്വാസികളോട് കഠിന മനസ്കരാണ്. അവരുടെ ഇടയിൽ അവർ കാരുണ്യവാന്മാരുമാണ്. മുസ്ലിങ്ങളുടെ ഇടയിൽ കാരുണ്യവാന്മാരുമാണ്. അവിശ്വാസികളുടെ ഇടയിൽ കഠിന മനസ്കരുമാകണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫത്ഹ് സൂറത്തിലൂടെ 29-ാമത്തെ ആയത്തിലൂടെ നമ്മോട് പഠിപ്പിക്കുകയാണ്. അവർക്ക്, അഥവാ മുഹാജിറുകൾക്ക് മുമ്പ് മദീനയിൽ താമസമാക്കുകയും ഈമാൻ സ്വീകരിക്കുകയും ചെയ്തവരാണ് അൻസാരികൾ. തങ്ങളുടെ അടുത്തേക്ക് പലായനം ചെയ്തവരെ സ്നേഹിക്കുന്നവരാണവർ. ഹശ്ർ സൂറത്തിലെ 9-ാമത്തെ ആയത്ത്. ഇനി 375-ാമത്തെ ഹദീസാണ് നമ്മൾ പറയുന്നത്. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 ഗുണങ്ങൾ ഒരു വ്യക്തിയിൽ ഉണ്ടായാൽ അവന് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാനാകും. 1, മറ്റെല്ലാവരെക്കാളും അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുക. 2, അള്ളാഹുവിന് വേണ്ടി മാത്രം മനുഷ്യനെ സ്നേഹിക്കുക. 3, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് വെറുക്കും പ്രകാരം അവിശ്വാസത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയ ശേഷം വീണ്ടും അതിലകപ്പെട്ടു പോകുന്നത് വെറുക്കുക എന്നിവയാണ് ആ ഗുണങ്ങൾ. ബുഖാരി 56-58, 1 മുസ്ലിം 43 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക, എന്താ പറഞ്ഞത്? 1, മറ്റെല്ലാവരെക്കാളും അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുക. എല്ലാവരെക്കാളും, തന്റെ ഉമ്മയേക്കാൾ, തന്റെ പിതാവിനേക്കാൾ,
തന്റെ സഹപാഠികളെക്കാൾ, തന്റെ സഹധർമ്മിണിയേക്കാൾ എല്ലാം അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുക. രണ്ടെന്താ? അള്ളാഹുവിന് വേണ്ടി മാത്രം മനുഷ്യരെ സ്നേഹിക്കുക. അള്ളാഹുവിന് വേണ്ടി മാത്രം മനുഷ്യരെ സ്നേഹിക്കുക. മനുഷ്യരോടുള്ള സ്നേഹം അള്ളാഹുവിന് വേണ്ടിയായിരിക്കുക. നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരോടൊക്കെ സ്നേഹിക്കുക. മോശപ്പാക്കപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് വെറുക്കുക. അള്ളാഹുവിന്റെ ദീന് കളവാക്കുന്ന വ്യക്തികളൊക്കെ ഒന്ന് അങ്ങോട്ട് വെറുക്കുക. അള്ളാഹുവിന്റെ ദീനിനെ ഭിന്നിപ്പുണ്ടാക്കുന്ന ആളുകളൊക്കെ അള്ളാഹുവിന് വേണ്ടിയിട്ട് അങ്ങ് വെറുക്കുക. അള്ളാഹുവിന്റെ ദീനിൽ യോജിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകൾക്ക് നമ്മളൊക്കെ എന്ത് ചെയ്യുക? സ്നേഹിക്കുക. അത് അള്ളാഹുവിന്റെ ദീനിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ ഉള്ള ആളുകളെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പള്ളിയും മദ്രസയും ഉണ്ടാക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിലും നിങ്ങളൊക്കെ അവരെ വെറുക്കുക. കാരണം അവർ അള്ളാഹുവിന്റെ ദീനിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വന്നവരാണ്. അതേ സ്ഥാനത്ത് അതൊന്നും ഉണ്ടാക്കാതെ ഒരേ മദ്രസ്, ഒരേ മഹല്ലത്തിൽ ഒരു പള്ളി, തൊട്ടടുത്ത് മറ്റു പള്ളി ഇല്ലാതെ, ആ അങ്ങാടിയിൽ മറ്റു പള്ളികളൊന്നുമില്ലാതെ ഒരേ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് സ്നേഹിക്കുകയും ചെയ്യുക സഹോദരങ്ങളെ. മൂന്നാമത്തത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിശ്വാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ശേഷം വീണ്ടും അതിൽ അകപ്പെട്ടു പോകുന്നതിനെ വെറുക്കുക. അഥവാ ശിർക്ക് ചെയ്തുകൊണ്ട്, പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട്, നമ്മൾ അറിയാതെയാണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും ശിർക്ക് ചെയ്ത് അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിൽ നിന്നും വ്യതിചലിച്ച് പോകുന്നതിനെ അങ്ങ് വെറുക്കുക, അങ്ങ് വെറുത്ത് കളയുക. അങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഉണ്ടായാൽ അവനിക്ക് ഈമാനിന്റെ മാധുര്യം നുകരാൻ സാധിക്കുമെന്ന് പ്രവാചക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ തണലല്ലാതെ, അഥവാ അർശിന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ആ ദിവസം അവൻ 7 വിഭാഗങ്ങൾക്ക് തണൽ നൽകുന്നതാണ്. ഒന്നാരാ? നീതിമാനായ ഇമാം, അഥവാ നീതിമാനായ ഭരണാധികാരിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ തണൽ നൽകുന്നതാണ്. 2, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് കഴിയുന്ന യുവാവ്, യുവത്വകാലത്ത് അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്തുകൊണ്ട് കഴിയുന്ന യുവാവാണ്. 3, പള്ളികളുമായി ഹൃദയത്തെ ബന്ധിപ്പിച്ചവനാ, മസ്ജിദുമായി ഹൃദയത്തെ ബന്ധിപ്പിച്ചവൻ. അസ്ർ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവനിക്ക് ആഗ്രഹം മഗ്രിബ് നമസ്കരിക്കാൻ എത്തണം, അത് എത്രയും പെട്ടെന്ന് പള്ളിയിലെത്തണം, ഓരോ നമസ്കാരങ്ങൾക്കും പള്ളിയിലെത്തണം. നിസ്കരിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ എങ്ങനെ ഇരിക്കണം, എത്ര കഴിയുമോ അത്ര എങ്ങനെ ഇരിക്കണമെന്ന ഒരു ഹൃദയമായിരിക്കുന്ന ബന്ധം പള്ളിയുമായിട്ട്. പള്ളിയിൽ തന്നെ എന്ത് കണ്ടാലും അവരതെടുത്തു മാറ്റും, എന്ത് കച്ചറ കണ്ടാലും അതെടുത്തു മാറ്റും. പള്ളി ക്ലീനാക്കാൻ അവൻ മുൻപന്തിയിലുണ്ടാകും. പള്ളിയിൽ ഇരുന്നു കൊണ്ട് അനാവശ്യ സംസാരത്തിന് അവനെ കിട്ടില്ല. പള്ളിയിൽ പോയാൽ അവൻ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന പള്ളിയോട് ഹൃദയബന്ധമുള്ള ഒരാൾ. 4-മത്തെ ആള്, അല്ലാഹുവിന് വേണ്ടി മാത്രം പരസ്പരം സ്നേഹിക്കുകയും അതടിസ്ഥാനത്തിൽ സംഗമിക്കുകയും വിട്ടുപിരിയുകയും ചെയ്തവർ. അല്ലാഹുവിന് വേണ്ടി മാത്രം പരസ്പരം സ്നേഹിച്ചു, അതടിസ്ഥാനത്തിലൊക്കെ അവർ സംഗമിക്കും. അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് അവർ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് അവരെ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്യും. അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് അവർ സലാത്ത് ഹൽക്കകൾ സംഘടിപ്പിക്കും. അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് അവർ ദിക്ർ ഹൽക്കകൾ സംഘടിപ്പിക്കും. അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അവർ വിജ്ഞാന സദസ്സുകൾ സംഘടിപ്പിക്കും. അങ്ങനെ ഒരുമിച്ച് കൂടുന്നവര്, അതുപോലെ തന്നെ വിട്ടുപിരിയുകയും ചെയ്തവര്, പരസ്പരം സ്നേഹിക്കുവര്, അതുപോലെ വിട്ടുപിരിയുകയും ചെയ്തു. എന്ത്? അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട്. അല്ലാതെ തെരഞ്ഞെടുപ്പിന് വോട്ടിട്ടാൻ വേണ്ടിയിട്ട് പിന്തുണ പ്രഖ്യാപിക്കാൻ വേണ്ടിയല്ല അവർ ചർച്ച ചെയ്തത്. അതുപോലെ തന്നെ പിന്തുണ തീരുമാനിക്കാൻ വേണ്ടിയല്ല. അതുപോലെയുള്ള ചർച്ചകളല്ല, അതുപോലെയുള്ള സംഗമങ്ങളല്ല. അല്ലാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അല്ലാഹുവിന്റെ അർശിന്റെ തണല് ആ വിഭാഗത്തിലുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. 5-മത്തേത്,
ഒരു യുവസുന്ദരി വ്യഭിചാരത്തിന് ക്ഷണിച്ചപ്പോൾ ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു പിന്മാറിയവൻ. യുവസുന്ദരി വ്യഭിചാരത്തിന് ക്ഷണിച്ചു, എല്ലാ സാഹചര്യവും റെഡിയാണ്, പക്ഷേ ഇവൻ പറയുന്നു ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ അതിനൊരുക്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറിയവനുണ്ടല്ലോ, അവനിക്ക് നാളെ ഹർഷിന്റെ തണലുണ്ട്. ആറ് വലത് കൈ ചെലവാക്കിയത് ഇടത് കൈ അറിയാത്ത വിധം ഗോപ്യമായി ധർമ്മം ചെയ്തവൻ. എങ്ങനെ? ഞാൻ ഇത്ര പള്ളി ഉണ്ടാക്കി, ഞാൻ ഇത്ര മദ്രസ ഉണ്ടാക്കി, ഞാൻ ഇത്ര എത്തിയും കുട്ടികളെ സംരക്ഷിച്ചു എന്നല്ല പറഞ്ഞത്. എന്താ ഉണ്ടായത്? ഞാൻ ചെയ്തത് ഞാൻ മാത്രം അറിഞ്ഞു, എന്റെ വലത് കൈ മാത്രം അറിഞ്ഞത്, ഇടത് കൈ പോലും അറിഞ്ഞില്ല. അത്രത്തോളം രഹസ്യമായിട്ട് അവനത് ചെയ്തു. അങ്ങനെ ചെയ്തു, അറിയണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അങ്ങനെ ആഗ്രഹിക്കാതെ ചെയ്തവനുണ്ടല്ലോ, ചെലവാക്കിയവനുണ്ടല്ലോ, അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ അർശിന്റെ തണലുണ്ട്. എപ്രകാരമല്ല, ഞാൻ ഇത്ര ചാക്ക് സിമന്റ് കൊടുത്തു, ഞാൻ ഇത്ര ചാക്ക് മെറ്റൽ കൊടുത്തു എന്ന് പറഞ്ഞ് നടക്കുന്നവനെയല്ല കേട്ടോ. ഞാനിത്ര പള്ളി ഉണ്ടാക്കി, ഞാനിത്ര മദ്രസ ഉണ്ടാക്കി, ഞാനിത്ര എത്തിയും കുട്ടികളെ സംരക്ഷിച്ചു, ഞാനിത്ര പെൺകുട്ടികൾക്ക് കല്യാണം നിർവഹിച്ചു കൊടുത്തു, ഞാനിത്ര പെൺകുട്ടികളെ സംരക്ഷിക്കുന്നു, ഞാനിത്ര ആളുകൾക്ക് സ്വർണം സംഭാവന ചെയ്തിരിക്കുന്നു, ഞാനിത്ര വ്യക്തികൾക്ക് ഭൂമി സംഭാവന ചെയ്തിരിക്കുന്നു, ഞാനിത്ര വ്യക്തികൾക്ക് വീടുണ്ടാക്കി കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നവരെയല്ല. പകരം ഞാൻ ചെലവഴിച്ചത് ആരറിഞ്ഞിട്ടില്ല? എന്റെ ഇടത് കൈ അറിഞ്ഞിട്ടില്ല, വലത് കൈ ചെലവഴിച്ചത് ഇടത് കൈ അറിഞ്ഞിട്ടില്ല. ആ രീതിയിൽ ആരെങ്കിലും സംഭാവന ചെയ്താൽ അവനിക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. തീർന്നില്ല. ഏഴാമത്തേത് എന്താ? ഏകനായിരുന്ന അല്ലാഹുവിനെ ഓർത്ത് കണ്ണീരൊഴുക്കുന്നവൻ, ദിക്റുകളൊക്കെ ചൊല്ലി അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ കണ്ണുനീരൊഴുക്കുന്നവനാണ് ഏഴാമത്തെ ആള്. ഇങ്ങനത്തെ 7 വിഭാഗത്തിന് അല്ലാഹുവിന്റെ അർശിന്റെ തണലുണ്ടെന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ചിന്തിക്കുക. ഈ ഹദീസ് ബുഖാരി 119, 124, 2/119, 124 ഹദീസ് വരുന്നു. മുസ്ലിം 1031 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ മാനിച്ച് പരസ്പരം സ്നേഹിച്ചവരെവിടെ എന്ന് അല്ലാഹു അന്ത്യദിനത്തിൽ ചോദിക്കുകയും എന്റെ അർശിന്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ഈ ദിവസം ഞാൻ അവർക്ക് തണൽ നൽകുമെന്ന് പറയുകയും ചെയ്യും. മുസ്ലിം 2566 ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെ സത്യം. സത്യവിശ്വാസികളാകുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ സത്യവിശ്വാസികളാവുകയുമില്ല. നിങ്ങൾക്ക് ഞാനൊരു കാര്യം അറിയിച്ചു തരട്ടെയോ? അങ്ങനെ ചെയ്താൽ നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരാകും. നിങ്ങളുടെ ഇടയിൽ സലാം വ്യാപകമാക്കലാണത്. മുസ്ലിം 54. പരസ്പരം സ്നേഹം വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പരസ്പരം സലാം പറയണം, അസ്സലാമു അലൈക്കും എന്ന് പറയുക. എങ്കില് നിങ്ങളിൽ പരസ്പരം സ്നേഹം വർദ്ധിപ്പിക്കുമെന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഈ ഹദീസ് നമ്മൾ മുമ്പ് 45-ാം അധ്യായത്തില് 361-ാമത്തെ ഹദീസായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നിവേദനം, അൻസാരികളെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസികൾ മാത്രമേ അവരെ സ്നേഹിക്കുകയുള്ളൂ, കപട വിശ്വാസികൾ മാത്രമേ അവരോട് വിദ്വേഷം പുലർത്തുകയുള്ളൂ. അവരെ സ്നേഹിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കും, അവരോട് വിദ്വേഷം പുലർത്തുന്നവരോട് അള്ളാഹുവും വിദ്വേഷം പുലർത്തും. ബുഖാരി 787, മുസ്ലിം 75 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മുആദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, അല്ലാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു, എന്റെ മഹത്വം പരിഗണിച്ച് പരസ്പരം സ്നേഹിക്കുന്നവർക്ക് പ്രകാശത്താലുള്ള വേദികൾ ഉണ്ടാകും. ആ സമുന്നത പദവി ഞങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിലെന്ന് നബിമാരും ശുഹദാക്കളും പോലും ആശിച്ചു പോകുന്നതാണ്. തിർമിദി 2391. സഹോദരങ്ങളെ, ചിന്തിക്കുക. എന്താ ഈ പറഞ്ഞത്?
എന്റെ മഹത്വം പരിഗണിച്ച് പരസ്പരം സ്നേഹിക്കുന്നവർക്ക് പ്രകാശത്താലുള്ള വേദികൾ ഉണ്ടാകും. ആ സമുന്നത പദവി തങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിലെന്ന് നബിമാരും ശുഹദാക്കളും പോലും ആശിച്ചു പോകും. അവര് പോലും ആശിച്ചു പോകുന്നതായിരിക്കുന്ന ഒരു പദവി നാളെ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് നമുക്ക് ലഭിക്കണമെങ്കിൽ സഹോദരങ്ങളെ ചിന്തിക്കുക, അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുക. അപ്പോ ഇദ്രീസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഞാനൊരിക്കൽ ഡമസ്കസിലെ ഒരു പള്ളിയിൽ കയറി അവിടെ പുഞ്ചിരി തൂകിക്കൊണ്ടിരുന്ന ഒരു യുവാവിനെ ഞാൻ കണ്ടു. അദ്ദേഹത്തിന് ചുറ്റും ധാരാളം പേരിരിക്കുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ളവർ അത് അദ്ദേഹത്തിന് മുന്നിൽ സമർപ്പിക്കുകയും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിൽ സംതൃപ്തരായി തിരിച്ചു പോകുകയും ചെയ്യുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയാണ് അദ്ദേഹം എന്ന് എനിക്ക് അന്വേഷണത്തിൽ മനസ്സിലായി. അടുത്ത ദിവസം ഞാൻ വളരെ നേരത്തെ പള്ളിയിൽ ചെന്നു. എന്നാൽ എന്റെ മുമ്പ് അദ്ദേഹം അവിടെ എത്തി നിസ്കരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നിസ്കാരം കഴിയുന്നത് വരെ ഞാൻ കാത്തിരുന്നു. പിന്നെ മുൻഭാഗത്ത് കൂടെ ചെന്ന് സലാം ചൊല്ലിയിട്ട് ഞാൻ പറഞ്ഞു, അല്ലാഹു ആണ്, അല്ലാഹുവിന് വേണ്ടി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അല്ലാഹുവിന് വേണ്ടി ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, താങ്കൾ അല്ലാഹുവിൽ സത്യം ചെയ്ത് പറയുകയാണോ? ഞാൻ പറഞ്ഞു, അതെ, ഞാൻ സത്യം ചെയ്ത് തന്നെയാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്റെ ശിരോവസ്ത്രത്തിന്റെ അഗ്രം പിടിച്ചു വലിച്ച് എന്നെ അരികിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം എന്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി പരസ്പരം സ്നേഹിക്കുകയും എന്റെ കാര്യത്തിന് വേണ്ടി കൂടിയിരിക്കുകയും എന്റെ കാര്യത്തിന് വേണ്ടി പരസ്പരം സന്ദർശിക്കുകയും എന്റെ തൃപ്തിക്ക് വേണ്ടി ധനം വിനിയോഗിക്കുകയും ചെയ്യുന്നവർക്ക് നിശ്ചയമായും എന്റെ സ്നേഹം കരസ്ഥമാക്കാമെന്ന് അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ചത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സഹോദരങ്ങളെ ചിന്തിക്കുക, മാലിക് മുവത്ത എന്ന കിതാബിൽ 453 ഹദീസായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. 2453 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. മിഖ്ദാദ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും തന്റെ സഹോദരനെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ വിവരം സഹോദരനെ അറിയിക്കണം. അബൂദാവൂദ് 5124, തിർമിദി 2293 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ പറഞ്ഞത്? നിങ്ങൾ ആരെങ്കിലൊക്കെ പരസ്പരം സ്നേഹിക്കണ്ടെങ്കിൽ ആ വിവരം അറിയിക്കണമെന്ന്. മുആദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൈ പിടിച്ചു പറഞ്ഞു, അല്ലാഹു ആണ് മുആദ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മുആദ്. എല്ലാ നിസ്കാരാനന്തരവും അല്ലാഹുവേ നിന്നെ അനുസ്മരിക്കാനും എല്ലാ നിസ്കാരാനന്തരവും അല്ലാഹുവേ നിന്നെ അനുസ്മരിക്കാനും നിന്റെ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യാനും നല്ല രീതിയിൽ നിന്നെ ആരാധിക്കാനും നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ വിട്ടുപോകരുതെന്ന് നിന്നോട് ഞാൻ വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. അബൂദാവൂദ് 522 നിസായിലെ 53:3 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന സഹോദരങ്ങളെ ചിന്തിക്കുക, എന്താണ് പ്രാർത്ഥന? اللهم إني على ذكرك وشكرك وحسن عبادتك എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആരും മറന്നു പോകരുതെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. اللهم إني على ذكرك وشكرك وحسن عبادتك. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഇരുന്ന ഒരാൾ അതുവഴി കടന്നുപോയ മറ്റൊരാളെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അയാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, ആ വിവരം നീ അയാളെ അറിയിച്ചിട്ടുണ്ടോ? അയാളില്ല എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ വിവരം നീ ഉടൻ അയാളെ അറിയിക്കുക. അയാൾ ഉടനെ ആ വഴിപോക്കരെ പിന്തുടർന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ, ആർക്കു വേണ്ടിയാണോ നീ എന്നെ സ്നേഹിക്കുന്നത്, അവൻ നിന്നെയും സ്നേഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അബൂദാവൂദ് 5125 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി അടുത്ത അധ്യായം 47, ഇലാഹി സ്നേഹത്തിന്റെ അടയാളങ്ങൾ. എന്തൊക്കെയാണ് ഇലാഹി അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അടയാളങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കാം. അള്ളാഹു പറഞ്ഞു, നബിയേ, താങ്കൾ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നെങ്കിൽ എന്നെ അനുഗമിക്കുവീൻ. എന്നാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരികയും ചെയ്യും. അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ആല ഇമ്രാൻ 31 ആയത്താണിത്. സത്യവിശ്വാസികളെ, നിങ്ങളിൽ ആരെങ്കിലും സ്വന്തം മതത്തിൽ നിന്ന് പുറത്തു പോയാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നവരുമായ ഒരു ജനതയെ അവൻ കൊണ്ടുവരും.
അവർ മുഅ്മിനീങ്ങളോട് അലിവുള്ളവരും കാഫിറുകളോട് രോഷമുള്ളവരുമായിരിക്കും. അല്ലാഹുവിന്റെ മാർഗത്തിൽ വിശുദ്ധ യുദ്ധം ചെയ്യുന്നവരായിരിക്കും അവർ. ഒരാളുടെ അധിക്ഷേപവും അവർ ഭയപ്പെടുകയില്ല. അല്ലാഹുവിന്റെ അനുഗ്രഹമാണത്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് നൽകും. അല്ലാഹു ഉദാരനും സർവജ്ഞനുമാണ്. മായിദ സൂറത്തിൽ 54-ാമത്തെ ആയത്ത്. അപ്പോ അല്ലാഹുവിന്റെ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, എന്റെ ഒരു വലിയന്റെ പ്രശ്നത്തിൽ എന്നോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ ഫർലാക്കിയതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നുകൊണ്ടും എന്റെ ദാസന് എന്നോട് അടുക്കാൻ സാധ്യമല്ല. സുന്നത്ത് കൊണ്ട് എന്റെ അടിമ എന്നോട് അടുത്തുകൊണ്ടിരിക്കും. തൽഫലമായവന് ഞാൻ എന്റെ ഹബീബാക്കുന്നതാണ്, അഥവാ പ്രിയനാക്കുന്നതാണ്. ഞാൻ അവനെ ഹബീബാക്കി കഴിഞ്ഞാൽ അവൻ കേൾക്കുന്ന ചെവിയും കാണുന്ന കണ്ണും സ്പർശിക്കുന്ന കൈയും നടക്കുന്ന കാലും ഞാനാകുന്നതാണ്. അവൻ എന്ത് ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കും. അവന് സംരക്ഷണം ആവശ്യപ്പെട്ടാൽ ഞാൻ അവന് സംരക്ഷണം നൽകും. ബുഖാരി 292, 297, 11-ാം അധ്യായത്തിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക, സുഹൃത്തുക്കളെ ചിന്തിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫർദ് കൊണ്ട് നമ്മളെ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാ? സുന്നത്ത് കൊണ്ടാണ്. അതുകൊണ്ട് സുന്നത്ത് വർദ്ധിപ്പിക്കുവേൻ. അങ്ങനെ സുന്നത്ത് കൊണ്ടൊക്കെ വർദ്ധിപ്പിച്ച് നമ്മൾ ആരായി പോകും? അങ്ങനെ കൂടുതൽ, അഥവാ അതാണ് ഇവിടെ പറയുന്നത്, ആരെങ്കിലും ഒരു വലിയന്റെ പ്രശ്നത്തിൽ എന്നോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ, അള്ളാഹുവിന്റെ വലിയങ്ങളെ മോശമാക്കരുതെന്ന് പറയുന്നത് ഇതാണ്. അള്ളാഹിന്റെ വലിയങ്ങളെ പല ആളുകളുമുണ്ട്. അള്ളാഹുവിന്റെ വലിയായിരിക്കുന്ന ആളുകളെ, മഹാന്മാരെ പുച്ഛിക്കുന്നവരുണ്ട്. അള്ളാഹുവിന്റെ വലിയങ്ങളെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അള്ളാഹു വീണ്ടും പറഞ്ഞത്, ഞാൻ ഫർലാക്കിയതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നുകൊണ്ടും എന്റെ ദാസൻ എന്നോട് അടുക്കാൻ സാധ്യമല്ല. കണ്ടില്ലേ? ഫർലാക്കിയതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നുകൊണ്ടും എന്റെ ദാസന് എന്നെ അടുക്കാൻ സാധ്യമല്ല. ഏതുകൊണ്ട് മാത്രം? സുന്നത്തുകൾ കൊണ്ട് എന്റെ അടിമ എന്നോട് അടുത്തുകൊണ്ടിരിക്കും. തൽഫലമായിട്ട് എന്ത് സംഭവിക്കും? അവനെ ഞാൻ എന്റെ ഹബീബാക്കുന്നതാണ്, എന്റെ പ്രിയപ്പെട്ടവനാക്കുന്നതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാലോ അവൻ കേൾക്കുന്ന ചെവിയും കാണുന്ന കണ്ണും സ്പർശിക്കുന്ന കൈയും നടക്കുന്ന കാലും ഞാനാകുന്നതാണ്. എല്ലാം അല്ലാഹു ആയിട്ടാണ് മാറും. എന്നാ അത് അല്ലാഹു ആണോ? അല്ല. എന്നാ ആരാണത്? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവനാണ്. അപ്പൊ അല്ലാഹുവിനോട് ആരെങ്കിലും ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം അത് നിർവഹിച്ചു കൊടുക്കും. അതാണത്. അതെന്തുകൊണ്ടാ? ആരുടെ പ്രിയപ്പെട്ടവനാണ്? അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവനാണ്. അവൻ എന്ത് ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കും. അവന് സംരക്ഷണം ആവശ്യപ്പെട്ടാൽ ഞാൻ അവന് സംരക്ഷണം നൽകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ഹദീസിലൂടെ, ഇത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 11-ാമത്തെ അധ്യായത്തില് 292, 297 ഹദീസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അല്ലാഹുവിന്റെ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ ജിബ്രീലിനെ വിളിച്ചിട്ട് പറയും, അള്ളാഹു ഇന്ന വ്യക്തിയെ സ്നേഹിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് നീയും അദ്ദേഹത്തെ സ്നേഹിക്കണമെന്ന് പറയും. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവനെ സ്നേഹിക്കുകയും ഉപരിലോകവാസികളോട് വിളിച്ചു പറയുകയും ചെയ്യും, നിശ്ചയം അള്ളാഹു ഇന്ന വ്യക്തിയെ സ്നേഹിച്ചിരിക്കുന്നു, അതിനാൽ നിങ്ങളും അദ്ദേഹത്തെ സ്നേഹിക്കണം. തന്മൂലം ഉപരിലോകത്തുള്ളവരും മലക്കുകളെ അവനെ സ്നേഹിക്കുകയും ഭൂമിയിൽ അവന് സ്വീകാര്യത ലഭിക്കുകയും ചെയ്യും. ബുഖാരി 220, മുസ്ലിം 2637 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. 226 ബുഖാരി 6-ാം അധ്യായത്തിൽ 220 മുസ്ലിം 2637 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മുസ്ലിമിന്റെ നിവേദനത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു ഒരാളെ സ്നേഹിച്ചാൽ ജിബ്രീലിനെ വിളിച്ചു ഞാൻ അയാളെ സ്നേഹിക്കുന്നു, അതിനാൽ നീയും അയാളെ സ്നേഹിക്കണം എന്ന് പറയും. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അയാളെ സ്നേഹിക്കുകയും ഉപരിലോക നിവാസികളായ മലക്കുകളോട് ഇങ്ങനെ വിളിച്ചു പറയുകയും ചെയ്യും, നിശ്ചയം അല്ലാഹു ഇന്ന വ്യക്തിയെ സ്നേഹിച്ചിരിക്കുന്നു, അതിനാൽ നിങ്ങളും അയാളെ സ്നേഹിക്കണം. അപ്പോൾ മലക്കുകളെ വിളിച്ചു പറയും, ഉപരിലോകത്തുള്ളവർ അയാളെ സ്നേഹിക്കുകയും ഭൂമിയിൽ അയാൾക്ക് സ്വീകാര്യത ലഭിക്കുകയും ചെയ്യുന്നു. അല്ലാഹു ഒരാളെ വെറുത്താൽ ഞാൻ അവനെ വെറുത്തിരിക്കുന്നു, അതിനാൽ നീയും അവനെ വെറുക്കണമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും.
അള്ളാഹു പറയും തൽഫലമായി ജിബ്രീൽ അലൈഹിസ്സലാം അവൻ വെറുക്കുകയും ഉപരിലോകത്തുള്ളവരോട് അള്ളാഹു ഇന്ന വ്യക്തിയെ വെറുത്തിരിക്കുന്നു, അതിനാൽ നിങ്ങളും വെറുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഉപരിലോകത്തുള്ള എല്ലാവരും അഥവാ മലക്കുകള് അവന് വെറുക്കുകയും ഭൂമിയിൽ അവന് ശക്തമായ വിദ്വേഷം നേരിടേണ്ടി വരികയും ചെയ്യും. പല ആളുകളും പറയുന്നുണ്ട്, മഹാന്മാരായിരിക്കുന്ന ആളുകളൊക്കെ മുസ്ലിങ്ങളൊക്കെ വിദ്വേഷപ്പെട്ടാൽ അത് പിന്നെ പണ്ഡിതന്റെ മുസ്ലിങ്ങളെ ദേഷ്യപ്പെടുന്നത് ചില പണ്ഡിതന്റെ അടയാളമായിട്ടൊക്കെ ചില ആളുകള് എഴുതി വിടാറുണ്ട്, അസൂയ വിദ്വേഷം ഉണ്ടാകുന്നത് ഒക്കെ. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഉപരിലോകത്തുള്ളവരും അവന് വെറുക്കുകയും ഭൂമിയിൽ അവന് ശക്തമായ വിദ്വേഷം നേരിടേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ കുറെ ആൾക്കാർ കല്ലെറിയുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അവരൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരാണെന്ന് ആരും വിചാരിച്ചു പോകരുത്. ആരെ കുറിച്ചായാലും ശരി, നമ്മുടെ നാട്ടിലുള്ളവരായാലും ശരി, ചില ആളുകളൊക്കെ ചിലപ്പം ചില ആളുകള് ചിലപ്പോൾ വിദ്വേഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, സമൂഹത്തിൽ വിദ്വേഷം നേരിടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അല്ലാഹു സുബ്ഹാനഹു തആല വെറുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളവരെ എന്താക്കരുത്, നമ്മളവരെ മഹാന്മാരായി ചിത്രീകരിക്കാനൊന്നും നിൽക്കണ്ട. അതൊക്കെ വലിയ അങ്ങനെയൊക്കെ ഇസ്ലാമിലുണ്ടെന്നാരും തെറ്റിദ്ധരിക്കുകയും വേണ്ട. അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങളൊന്നും ആരും ഉണ്ടാക്കിക്കൊണ്ടുവരികയും വേണ്ട. ഇതാണ് ഇസ്ലാം. ശക്തമായ വിദ്വേഷം നേരിടേണ്ടി വരികയും ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ സേനാനായകനായി നിയോഗിച്ചു. അനുചരർക്ക് ഇമാമായി നിസ്കരിക്കുമ്പോഴെല്ലാം മറ്റു സൂറത്തുകൾക്ക് പുറമെ അദ്ദേഹം ഇഖ്ലാസ് സൂറത്ത് കൂടി അവസാനം ഓതാറുണ്ടായിരുന്നു. യുദ്ധം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ കൂടെ പോയവർ ഇക്കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ ചെയ്യാൻ കാരണം എന്തെന്ന് അന്വേഷിച്ചു വരാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് കൽപ്പിച്ചു. അവർ ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇഖ്ലാസ് സൂറത്ത് കാരുണ്യവാനായ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്നതാകയാൽ ഞാനത് ഓതാൻ ഇഷ്ടപ്പെടുന്നു. ഇതറിഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അയാളോട് നിശ്ചയം അല്ലാഹു അയാളെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുക. ബുഖാരി 301-13, മുസ്ലിം 813 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക, ചില ആളുകളൊക്കെ എന്തൊക്കെയോ വിളിച്ചു പറയാറുണ്ട്. എന്താ പറയാറ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത കാര്യങ്ങളൊന്നും ചെയ്യണ്ട, നിസ്കാരത്തിന്റെ ശേഷം കൂട്ടപ്രാർത്ഥന നടത്തിയിട്ടില്ല, അതുപോലെ നിസ്കാരത്തിന്റെ ശേഷം ഇരുന്ന് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ. എന്നാൽ നിസ്കാരത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്ത ഒരു കാര്യമാണ് ആര് ചെയ്തിരിക്കുന്നത്? ഒരാളെ സേനാനായകനായി നിയോഗിച്ചു, അനുചരർക്ക് ഇമാമായി നിസ്കരിക്കുമ്പോഴെല്ലാം മറ്റു സൂറത്തുകൾക്ക് പുറമെ അദ്ദേഹം ഇഖ്ലാസ് സൂറത്ത് കൂടി അവസാനം ഓതാറുണ്ടായിരുന്നു. ചിന്തിക്കുക, ഈ സഹാബി നിസ്കാര സൂറത്തുകൾക്ക് പുറമെ ഇഖ്ലാസ് സൂറത്ത് കൂടി ഓതാറുണ്ടായിരുന്നു എന്ന്. അല്ലാഹുവിന്റെ റസൂൽ കാരണം അന്വേഷിച്ചു. അല്ലാഹുവിന്റെ റസൂൽ അത് ബിദഅത്താണെന്നും പറഞ്ഞില്ല, ഞാൻ ചെയ്യാത്തതാണ് അതുകൊണ്ട് നീ ചെയ്യേണ്ടതെന്നും പറഞ്ഞില്ല, അത് അനുവദനീയമല്ല എന്നും പറഞ്ഞില്ല. എന്താ ചെയ്തത്? അല്ലാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് കാരണം ചോദിച്ചു. അദ്ദേഹം അതിന് കാരണം പറഞ്ഞു. എന്താ? ഇഖ്ലാസ് സൂറത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട സൂറത്താണ്, അത് അല്ലാഹുവിന്റെ കാരുണ്യമാണ്, അത് വളരെ മഹത്വമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് എല്ലാ നിസ്കാരത്തിലും ഞാൻ അത് ഓതാൻ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അത് ഓതുന്നു എന്ന് അദ്ദേഹം അറിയിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? നിങ്ങൾ അയാളോട് പറയൂ, നിശ്ചയം അല്ലാഹു അയാളെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാനാ പറഞ്ഞത്. ചിന്തിക്കണം, നമ്മുടെ നാടുകളില് തസ്ബീഹുകൾ ചൊല്ലാൻ, തക്ബീറുകൾ ചൊല്ലാൻ, തഹ്ലീലുകൾ ചൊല്ലാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നു. എന്തിന്റെ പേരിലാ? അല്ലാഹുവിന് ശുക്ർ ചെയ്യാൻ. നിസ്കാര ശേഷം ആളുകൾ എഴുന്നേറ്റ് പോകാതിരിക്കാൻ. എന്തുകൊണ്ട്? അല്ലാഹുവിന് വേണ്ടിയിട്ട് തസ്ബീഹ് ചൊല്ലിയിട്ട് എഴുന്നേറ്റ് പോയിക്കോട്ടെ, തസ്ബീഹ് ചൊല്ലി ദുആ ചെയ്തിട്ട് പോയാ മതി. എല്ലാവരും കൂട്ടപ്രാർത്ഥന ചെയ്യുന്നു. എന്തിനാ കൂട്ടപ്രാർത്ഥന? നിസ്കാര ശേഷം എന്തുദ്ദേശത്തിലാ കൂട്ടപ്രാർത്ഥന നടത്തുന്നത്? അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ, അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് നിസ്കാര ശേഷം കൂട്ടപ്രാർത്ഥന നടത്തുന്നു. ഇവിടെ അള്ളാഹുവിന്റെ കാരുണ്യമായിരിക്കുന്ന അല്ലാഹു അഹദ് എല്ലാ നമസ്കാരത്തിലും സൂറത്തിന് പുറമെ ഒരു സൂറത്ത് ഓതിയതിന്റെ പുറമെ ഓതുന്നു. നിസ്കാര ശേഷം നമ്മളോ കൂട്ടപ്രാർത്ഥന നിർവഹിക്കുന്നു. എന്തിന്? അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ. അതുകൊണ്ട് അതൊക്കെ ബിദഅത്താണെന്ന് പറയുന്ന ചില ആളുകളുണ്ടല്ലോ, അവരോടൊക്കെ നമുക്ക് കൽപ്പിക്കാനുള്ളത്, നിങ്ങൾ ദീന് പഠിക്കണം.
ദീൻ പഠിക്കണം സഹോദരങ്ങള്, ദീൻ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് ചെയ്തിട്ടുണ്ടായില്ലായിരിക്കാം. പക്ഷേ ദീനിലില്ലാത്ത ഒന്നല്ല ഇത്. കൂട്ടപ്രാർത്ഥന ദീനിലില്ലാത്തതല്ല. പ്രാർത്ഥന നിർവഹിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ദിക്റുകള് ദീനിലില്ലാത്തതല്ല. ഇതൊന്നും ദീനിലില്ലാത്തതല്ല. അപ്പോൾ ദീനിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് നമസ്കാര ശേഷം നിർവഹിക്കുന്നത് കൊണ്ട് അള്ളാന്റെ കാരുണ്യം പ്രതീക്ഷിച്ചാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. അള്ളാന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അള്ളാന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് ദിക്ർ ഹൽക്കകൾ സംഘടിപ്പിക്കൂ. അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിച്ച് അള്ളാഹുവിന് വേണ്ടിയിട്ട് മതപ്രഭാഷണ സംഗമങ്ങൾ സംഘടിപ്പിക്കൂ. അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് സ്വലാത്ത് ഹൽക്കകൾ സംഘടിപ്പിക്കൂ. വരുമാന മാർഗത്തിന് വേണ്ടിയല്ല. പല മഹല്ല് കമ്മിറ്റികളും വരുമാന മാർഗമാക്കിക്കൊണ്ട് സ്വലാത്ത് ഹൽക്കകളൊക്കെ കൊണ്ട് നടക്കാറുണ്ട്. നമുക്ക് അവരോട് പറയാനുള്ളത്, അള്ളാഹുവിന്റെ വജ് ആഗ്രഹിച്ചു കൊണ്ടാണോ നിങ്ങൾ സ്വലാത്ത് ഹൽക്ക സംഘടിപ്പിക്കുന്നത്, നിങ്ങൾ ഒരുമിച്ച് കൂടുന്നത് എങ്കിൽ അള്ളാഹുവിന്റെ ഇഷ്ടമുണ്ട്. അതേ സ്ഥാനത്ത് മഹല്ല് കമ്മിറ്റിയുടെ വരുമാന മാർഗമാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എങ്കിൽ അത് നടന്നു പോയിരിക്കും. അപ്പോൾ അള്ളാഹുവിന്റെ വജ് ആഗ്രഹിച്ചുകൊണ്ട് സ്വലാത്ത് ഹൽക്ക സംഘടിപ്പിക്കൂ. അള്ളാഹുവിന്റെ വജ് ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യം ആഗ്രഹിച്ചുകൊണ്ട് ദിക്ർ ഹൽക്കകൾ സംഘടിപ്പിക്കൂ. അള്ളാഹുവിന്റെ വജ് ആഗ്രഹിച്ചുകൊണ്ട് മഹാന്മാരെ സ്മരിക്കുന്ന സദസ്സുകൾ സംഘടിപ്പിക്കൂ. അത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ വജ് ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യം ആഗ്രഹിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ നിർവഹിച്ച് നമ്മൾ ദീനി പ്രബോധന പ്രവർത്തന രംഗങ്ങളിൽ മികച്ചു നിൽക്കണം. അള്ളാഹുവിന്റെ അനുഗ്രഹം കരസ്ഥമാക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിന്, അള്ളാഹുവിന്റെ സ്നേഹത്തിന്, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് ഒക്കെ അവസരം ഉണ്ടാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ഹബീബാകാൻ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവനാകാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവട്ടെ. അതിന് നാം എല്ലാവരും പരിശ്രമിക്കുക. ഞാനും നിങ്ങളും അതിനൊക്കെ വേണ്ടി പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവസരം നൽകട്ടെ. തെറ്റുകളിൽ നിന്ന് മാറി നിന്ന് നന്മകൾ കൂടുതൽ വർദ്ധിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വീണ്ടും ആരംഭിക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ പരസ്പരം അല്ലാഹുവിന് വേണ്ടിയിട്ട് സ്നേഹിക്കുക. അല്ലാഹുവിനെ എതിർക്കുന്നവരെ വെറുക്കുക. അതൊക്കെ നമ്മൾ നിർവഹിക്കുക. അതിനൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ എന്നെയും നിങ്ങളെല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവരോടും ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.